ഭരണസമിതിക്ക് താഴെ വരുന്ന ഒരാൾ മാത്രമാണ് തന്ത്രി. അതേ SIT തന്നെ പറയുന്നു ഭരണസമിതിക്ക് താഴെയാണ് അദ്ദേഹമെങ്കിലും ഭരണസമിതി എടുത്തിരിക്കുന്ന തീരുമാനത്തിനെ അദ്ദേഹം ചോദ്യം ചെയ്യുകയും റിപ്പോർട്ട് ചെയ്യുകയും വേണമെന്ന്. അത് കോൺട്രഡിക്ടറിയാണ്. നിങ്ങളൊരു സ്ഥാപനത്തിന്റെ സബോർഡിനേറ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ സീനിയർ ഉദ്യോഗസ്ഥർ എടുത്തിരിക്കുന്ന തീരുമാനത്തിനെ നിങ്ങൾ എവിടെ ചോദ്യം ചെയ്യാനാണ് നിങ്ങളുടെ റൈറ്റ് ഉള്ളത്? അതല്ലാതെ ഒരാൾ ചോദ്യം ചെയ്യുന്നുണ്ട് എങ്കിൽ അയാളെ വിസിൽ ബ്ലോവർ എന്നാണ് വിളിക്കുക. അയാൾ ഐഡന്റിറ്റി റിവീൽ ചെയ്യാതെ ആയിരിക്കും അത് ചെയ്യുക. ഒരാൾ വിസിൽ ബ്ലോവർ ആവാതിരിക്കുക എന്നുള്ളത് അയാളുടെ ചോയ്സ് ആണ്. വിസിൽ ബ്ലോവർ ആയില്ല എന്നതിന്റെ പേരിൽ ഈ രാജ്യത്ത് എവിടെയെങ്കിലും ഒരു അറസ്റ്റ് നടന്നിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടില്ല. തന്നെയുമല്ല, കോടതി ഇവിടെ പറയുന്ന മറ്റു കാര്യങ്ങളുണ്ട്. 2019 മെയ് മാസം 18 തന്ത്രി അവിടെ ഉണ്ടായിരുന്നില്ല. അന്നൊരു മഹസർ തയ്യാറാക്കി, അദ്ദേഹത്തിന്റെ ഒപ്പില്ല. 2019 ജൂലൈ മാസം 20 മറ്റൊരു മഹസർ തയ്യാറാക്കി, അദ്ദേഹം അതിൽ ഒപ്പിട്ടിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ ഈ തട്ടിപ്പിൽ അദ്ദേഹത്തിന് പങ്കുണ്ടായിരുന്നുവെങ്കിൽ, കൂട്ടുകക്ഷി ആയിരുന്നുവെങ്കിൽ അദ്ദേഹം നിർബന്ധമായിട്ടും അതിൽ ഒപ്പിടണമായിരുന്നു എന്നാണ്. ഞാൻ ചോദിക്കട്ടെ മഞ്ജുഷ്, ഇത് എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും എതിരെ കേസുണ്ട്. ആരാ? ഈ ഒപ്പിട്ടിരിക്കുന്ന ആൾക്കാർക്ക്. അപ്പൊ ഒപ്പിട്ടില്ല എന്നതിന്റെ പേരിൽ തന്ത്രി അറസ്റ്റ് ചെയ്യാമെങ്കിൽ ഒപ്പിട്ടാലും അറസ്റ്റ് ചെയ്യാം. എടാ, രണ്ടായാലും ഒപ്പിടാം ഒരാളിനെ അറസ്റ്റ് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു മാസത്തിൽ ഒപ്പിട്ടിട്ടുണ്ട്. അതിന്റെ കാരണവും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് തട്ടിപ്പിന് അദ്ദേഹം കൂട്ടു നിൽക്കുന്നുണ്ട് എങ്കിൽ അദ്ദേഹം എല്ലാ മഹസറിലും ഒപ്പിടേണ്ടതാണ്. എന്നാൽ ഇവിടെ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുന്ന സമയത്ത് കോപ്പർ പ്ലേറ്റ്സ് എന്നല്ല പറയുന്നത്, സ്വർണ്ണമുണ്ട് എന്ന് പറയുന്നുണ്ട്. മറ്റ് 2 മഹസറുകളിൽ അദ്ദേഹം ഒപ്പിട്ടിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിൽ ഗൂഢാലോചനയിൽ പങ്കുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം അത് ചെയ്യണമായിരുന്നു. തന്നെയുമല്ല, ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ ഏതെങ്കിലും വാല്യൂബിൾ ആയിട്ടുള്ള സാധനങ്ങളുടെ സ്റ്റോറേജുമായി ബന്ധപ്പെട്ട്, മഹസറുകളുമായി ബന്ധപ്പെട്ട്, ബോർഡിന്റെ ഡിസിഷനുമായി ബന്ധപ്പെട്ട്, റിപ്പയറുകൾ, മെയിൻ്റനൻസ്, അപ്കീപ്പ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അഡ്മിനിസ്ട്രേറ്റീവോ സാമ്പത്തികമോ സൂപ്പർവൈസറിയോ ആയിട്ടുള്ള ഒരു റോളുമില്ല എന്ന് പറയുന്നുണ്ട്. അത് മാനുവലിനെ ഉദ്ധരിച്ച് തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള അഭിപ്രായവും പറയാനായിട്ടുള്ള ഒരു ലീഗലായിട്ടുള്ള ഒരു സ്റ്റാൻഡിങ്ങും അദ്ദേഹത്തിനില്ല.